لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف الألف نظام مدحي على العالي عال أول السطور بسم الله بدء القال قال أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآليال بالغ المدعى في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال تاه قلبي مذ أتيت واديا قاف ما تابع وداد طه تاليا للتالي تال تاب ثابي تنظر من السرى إلى الثرى ثانيا ما ثالثا بل ثانيا لم ثالثا جود من جاد الوجود وجوده جاد الجواب جمع وفرقا بعد جمع الجمع للرجال جال حب حبي حبة في لب قلبي സിയാറത്ത് നുബൂവത്ത് കൊണ്ടും വിലായത്ത് കൊണ്ടും അനുഗ്രഹീതരായ പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളാണ് മഖ്ബറകൾ. മസാറുകൾ, ദർഗാ ഷരീഫുകൾ എന്നീ പേരുകളിലും അവ അറിയപ്പെടുന്നു. കാലാകാലങ്ങളായി ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള ജനങ്ങൾ മഖ്ബറകൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവിടം സിയാറത്ത് ചെയ്യുകയും പതിവായിരുന്നു. ഈ അടുത്ത കാലം വരെ അതിനൊരു എതിരഭിപ്രായം ആധികാരിക പണ്ഡിതന്മാരാരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വിശ്രുതമായ ആകാശയാത്രയെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നു. അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സായിലേക്ക് അള്ളാഹു കൊണ്ടുപോയതും അവിടം നബി ചെലവഴിച്ചതും ആ പുണ്യഗേഹത്തിനു ചുറ്റും അമ്പിയാക്കളുടെ മഖ്ബറകളാൽ അനുഗ്രഹീതമായത് കൊണ്ടാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ആരെങ്കിലും എൻ്റെ ഖബർ സന്ദർശിച്ചാൽ അവന് എൻ്റെ ശഫാഅത്ത് നിർബന്ധമായും നൽകപ്പെടും. വീണ്ടും നബി പറയുന്നു, ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയും എന്നെ സന്ദർശിക്കാതെ തിരിച്ചു പോകുകയും ചെയ്താൽ അവൻ എന്നെ ധിക്കരിച്ചു. ഇതുപോലെ എത്രയെത്ര ദിവ്യസൂക്തങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഖബർ സിയാറത്തിനെ വിലക്കിയിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ സിയാറത്ത് നടത്തിക്കൊള്ളുക. അത് നിങ്ങളെ ഐഹിക പരിത്യാഗികളാക്കുകയും പരലോക ചിന്ത നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഏതായാലും പുണ്യമുള്ള ഒരു കർമ്മമായി ലോക മുസ്ലിങ്ങൾ ഖബർ സിയാറത്തിനെ കരുതിപ്പോരുന്നു. ഏർവാടിയുടെ സ്ഥലപുരാണം. മഹാനായ സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഷഹീദായ ശേഷം ബാദുഷായുമായുണ്ടായ യുദ്ധത്തിൽ മുറിവേറ്റ പാണ്ഡ്യരാജനും തൊട്ടടുത്ത ദിവസം തന്നെ മരണപ്പെട്ടു. രാജാവിൻ്റെ മകൻ കോലാഹല പാണ്ഡ്യനും ബാദുഷായുടെ ദത്തുപുത്രൻ ഇസാഹക്ക് എന്നിവരും ഒരു ഒത്തുതീർപ്പിലെത്തി. ഏർവാടിയുടെ 12 ഭാഗം ഇസ്ഹാക്ക് എന്നവർ കൈവശം വച്ച് 11 ഭാഗം കോലാഹല പാണ്ഡ്യന് വിട്ടുകൊടുത്തു. കാലങ്ങൾക്ക് ശേഷം
ബാദുഷായുടെ 11ാം പൗത്രൻ നല്ല ഇബ്രാഹിം ബാദുഷയാണ് ഏർവാടി ദർഗയുടെ പരിപാലനം ഏറ്റെടുത്തത്. രാമനാഥപുരത്തിനടുത്തുള്ള കിളിയൂരിലെ വൈഗൈ പുഴയോരത്തുനിന്ന് ഇബ്രാഹിം ബാദുഷായുടെ സ്വപ്ന നിർദ്ദേശം കേട്ട് ഏർവാടിയിലെത്തിയ നല്ല ഇബ്രാഹിം ബാദുഷ മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷായുടെ ദർഗ പരിപാലനത്തിൽ മുഴുകി. ഇമാറത്തിലൂടെ കറാമത്തിലൂടെ ബാദുഷായുടെ ദർഗ ലോകമെങ്ങും കീർത്തി പ്രാപിച്ചു. അക്കാലത്ത് രാമനാഥപുരം രാജാവിന് സന്താനഭാഗ്യമില്ലാത്തതിനാൽ അദ്ദേഹം ദർഗയിൽ വന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വൈകാതെ ഒരാൺകുട്ടി ജനിച്ചു. സന്തോഷവാനായ രാജാവ് ദർഗാ പരിപാലനത്തിനു വേണ്ടി ഏർവാടിയുടെ പരിസരത്തുള്ള 6000 ഏക്കർ ഇഷ്ടദാനമായി നല്ല ഇബ്രാഹിം ബാദുഷാക്ക് പതിച്ചു കൊടുത്തു. രാജാവ് ആധാരമെഴുതിയ ചെമ്പു പട്ടയമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. عين صاد قد كفى لي من قفى كافيا كل الأمور كثرة. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ചെമ്പു പട്ടയത്തിൻ്റെ ആധികാരികത സാധൂകരിച്ച് ഒരു ഇനാം ഫയർ രജിസ്റ്റർ എന്ന സർട്ടിഫിക്കറ്റ് 1913 നൽകുകയുണ്ടായി. അതിൻ്റെ പകർപ്പാണ് നാം കാണുന്നത്. 1952 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം മദ്രാസ് ഗവൺമെൻറ് പങ്കാളിയായ ഒരു കേസിൽ ഈ ദർഗ ഉൾപ്പെട്ട 6000 ഏക്കർ ഭൂമി നല്ല ഇബ്രാഹിം ബാദുഷായുടെ പരമ്പരകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വിധിയുണ്ടായി. ആ വിധിയുടെ പകർപ്പാണ് ഇത്. പിന്നീട് 1965 തമിഴ്നാട് വഖഫ് ബോർഡ് ഏർവാടി ദർഗ ഹെക്താർ കേസിൽ വഖഫ് ബോർഡ് പരാജയപ്പെടുകയും ബോർഡിന് ഏർവാടിയിലേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള പെർമനൻ്റ് ഇഞ്ചക്ഷൻ്റെ പകർപ്പും ഇവിടെ കാണാം. 1965 ഇനാം അബോളിഷൻ ആക്ട് പ്രകാരം ഏർവാടിയിലെ ദർഗാഭൂമി ഹക്ദാറുകൾ തമിഴ്നാട് ഗവൺമെൻറ്റിന് നൽകി. അതിൻ്റെ നഷ്ടപരിഹാരം ദർഗയുടെ അവകാശികൾക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെടാവുന്ന വിധത്തിൽ കോടതി ഒരുത്തരവിറക്കി. ആ ഉത്തരവിൻ്റെ നേർപകർപ്പ് 1987 ഏപ്രിൽ മാസത്തിൽ ദർഗാ അവകാശികൾ ഒന്നിച്ചു ചേർന്ന് ദർഗാ പരിപാലനത്തിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ആ സ്കീം പ്രകാരമാണ് ഇപ്പോൾ ദർഗാ പരിപാലനം നടന്നുകൊണ്ടിരിക്കുന്നത്. 1996 വർഷം തമിഴ്നാട് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ജിയോ ഇട്ട് ഏർവാടി ദർഗ നല്ല ഇബ്രാഹിം തങ്ങളുടെ അനന്തരാവകാശികളിൽപ്പെട്ട ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന് ഉത്തരവിറക്കി. അതിൻ്റെ പകർപ്പ് ഏർവാടി ദർഗാ ഷരീഫ് കെട്ടിടം ഹിജ്റ 1207 എഴുത്തിബാർ ഖാൻ എന്നവർ പേർഷ്യൻ മാതൃകയിൽ നിർമ്മിച്ചതാണിത്. ഈ വിവരം റൗളയുടെ പ്രധാന വാതിലിന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഹമ്മദ്